പക്ഷേ ബ്രോട്ട് മെസ്സേജ് ഉണ്ടേ, ഭർത്താവ് ഡ്രൈവർ, ഇത്ത നേഴ്സ്, ഇത്തയുടെ സ്റ്റാറ്റസിന് ഡ്രൈവറെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നാണ് തോന്നുന്നുണ്ടോ? എന്താണ് ബ്രോ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 18 വർഷമായിട്ട് ബ്രോ. ആ ഒരു ടൈമിൽ ഞാനൊരു നഴ്സും അല്ലായിരുന്നു, എന്താ പറയുക, ടീച്ചറും അല്ലായിരുന്നു. ഇപ്പോൾ നഴ്സായിട്ടാക്കി 13 വർഷമായിട്ടുള്ള ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്ക എന്നെ ഒരു ഡ്രൈവർ ആയിക്കൊണ്ട് എന്നെ പഠിപ്പിച്ചിട്ടും വേറെ ജോലിയൊക്കെ ചെയ്ത് പഠിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. അത് വിചാരിച്ച് നമ്മുടെ ജോലിയും നമ്മുടെ ലൈഫും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ബ്രോ. ഇപ്പോൾ ബ്രോക്ക് ഏതെങ്കിലും കമ്പനിയിലൊക്കെ വലിയ ജോലിയൊക്കെ ആയിരിക്കും, പക്ഷെ അത് ആ ഒരു കണ്ണിൽ മറ്റുള്ളൊരു ജോലിക്കൊന്നും ഒരു സ്റ്റാറ്റസിനൊന്നും ഒരു കുറവില്ലേക്കാ. സത്യമാണ്. കാരണം നമ്മുടെ ഒരു പ്രവാസിനെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൽ കൂടുതലും ഡ്രൈവർ ആയിരിക്കും അല്ലേക്കാ. അതൊരു കമ്പനി ആണെങ്കിലോ അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഷ്ടമാണ്. കാരണം അവർക്കൊന്നും ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷെ അവരുടെ ഫാമിലിയൊക്കെ നല്ല എൻജോയ്മെന്റിലായിരിക്കും പോയിരിക്കും, എല്ലാം അവർ ഫുൾഫിൽ ചെയ്യും അല്ലേക്കാ. അവർക്ക് എന്താ പറയുക, ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞു തരില്ല. കാരണം പല ടൈമിലും പല ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്ക് എവിടെ പോകാനാണെങ്കിലും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ ഈ ഡ്രൈവറായിരിക്കും. ഈ ഒരു ഡ്രൈവറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ, ഞാൻ വാചാലമായി പോകട്ടോ. നമ്മുടെ തീന്മേശയിലേക്ക് ഫുഡ് എത്തുമ്പോഴും നമ്മൾ എല്ലാ വിഭവങ്ങളും വെച്ച് കഴിക്കുമ്പോഴും ഒരു കർഷകൻ അവിടെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ഫുഡ് ഐറ്റം ഓരോ കടകളിലേക്കോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഒരു ഡ്രൈവർ ഇല്ലേ ബ്രോ? അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ഫുഡ് ആവുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മളൊരു ആംബുലൻസ് ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണല്ലേ വേറൊരു ജീവന് വേണ്ടിയിട്ട് ആംബുലൻസ് ഓടുന്നത്. എനിക്ക് ഡ്രൈവറും ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ നിന്നും തുടങ്ങുന്നതല്ല. കാരണം എൻ്റെ ഒരു ജന്മത്തോട് കൂടി തന്നെ എൻ്റെ ഉമ്മച്ചി പ്രസവവേദന കൊണ്ട് പറയുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാണ് എൻ്റെ ജീവൻ സ്മൂത്തായിട്ട് വന്നത് അല്ലേക്കാ. ഇനി എൻ്റെ ഉപ്പയാണെങ്കിൽ മരിച്ചിട്ട് അധികമായിട്ടില്ല. ഉപ്പക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒരു ആംബുലൻസ് ഡ്രൈവർ എൻ്റെ വാപ്ഷിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. അത് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ഡ്രൈവറോടൊക്കെ തോന്നുന്ന ഒരു റെസ്പെക്ട് എത്രത്തോളം ഉണ്ടെന്ന് ബ്രോക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നുള്ളത് എനിക്കറിയില്ല. ബ്രോക്കന്നെ ആണെങ്കിലും ബ്രോന്റെ ലൈഫിലാണെങ്കിലും ഈ ഡ്രൈവേഴ്സ് ഇല്ലാതെ ഒന്ന് ഇവിടെ വരെ എത്താനൊന്നും കഴിയുന്നു ബ്രോ ഒരിക്കലും ചിന്തിക്കണം. ഒന്ന് പാസ്റ്റിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലേക്കാ. നമ്മൾ ഒരിക്കലും ഒരു ജോലിനെ നമ്മൾ ചെറുതാക്കി കാണരുത് ബ്രോ. ഇനി നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നല്ല വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട് പോകണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പ് ഒന്ന് പൊട്ടിയെന്ന് വിചാരിക്കട്ടെ. നമ്മൾ ആ ചെരുപ്പ് ഒരു ചെരുപ്പത്തി അവിടെ ഉണ്ടാകും, അവരുടെ അടുത്ത് കൊണ്ടുവന്ന് തുന്നിച്ചിടുമ്പോൾ അവർ ആ ഒരു സ്റ്റാറ്റസ് നിന്നുകൊണ്ട് തന്നെ അവർ നമുക്ക് വരുന്നൊരു അഭിമാനം അതിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഗമയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ചിലപ്പം ബ്രോ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല നമുക്ക് ഓരോരുത്തർക്കും. എൻ്റെയൊക്കെ ഒരു ഡ്രൈവറായിട്ട് എന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് അഭിമാനത്തോടു കൂടി പറയുന്നത് എൻ്റെയൊക്കെ ഡ്രൈവറാവുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ വണ്ടിയൊക്കെ ഒരു സൂപ്പർവൈസറും ഒക്കെ ആയിട്ട് നിന്ന സമയത്ത് 2 പേർക്ക് 2 ഷിഫ്റ്റ് ആയിരുന്നു. ആ ഒരു ഷിഫ്റ്റിൽ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ മക്കൾ പാവം, അവർക്ക് എന്താ പറയുക നല്ല രീതിയിൽ അവരെ നോക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതൊന്ന് ഹാപ്പി ആയിട്ട് പോകുന്നത്.